ഒരു മൈൽ സ്റ്റോൺ, കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു മൈൽ സ്റ്റോൺ. ഞങ്ങൾ ഇതിന്റെ ഭാഗമാവാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. അതിൽ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ കാണിച്ചത്? കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. എന്റെ പൊന്നു ദൈവമേ, രാജീവ് വിജി അത്ര വലിയ നല്ല കാര്യം ചെയ്തോ കേരളത്തിന് വേണ്ടി? എന്താണ് ആ വലിയ കാര്യം? ഒന്ന് കണ്ടു നോക്കിക്കേ. അപ്പോൾ ഇന്നലെ ഒരു നല്ല ദിവസമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കേണ്ട ഒരു ബില്ലായിരുന്നു ഗോഡ്സ് ഓൺ കൺട്രി. നമ്മുടെ നാട് കേരളത്തിന്റെ പേര് കേരളം ആക്കുന്ന സമയത്ത് എന്റെ ഒരു പ്രതീക്ഷയായിരുന്നു. കഷ്ടപ്പെട്ടത് വെറുതെ. ഇതിലൊരു പോളിറ്റിക്സും ഇല്ല, ഒരു മാറ്റവും ഇല്ലല്ലോ. കേരളത്തിന് കേരളം എന്ന പേര് കിട്ടിയതാണ് ഏറ്റവും വലിയ കാര്യം. എന്റെ സാറേ, രൂപയുടെ വില ഇടിയുന്നു, അത് സാറിന് കാര്യമല്ല. പെട്രോളിന് വില കൂടുന്നു, അതും സാറിന് കാര്യമല്ല. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണ്, അതൊന്നും സാറിന് കാര്യമല്ല. ഇതൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമല്ലേ? ഈ കേരളം ബിൽ, ഇതിലൊരു രാഷ്ട്രീയവും ഇല്ല. ഇത് നാടിന്റെയും നാട്ടുകാരുടെ ആവശ്യമായ ഒരു ബില്ലാണ്. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. സാറിന് കേരളത്തിന് കേരളം എന്ന പേര് തന്നതാണ് സന്തോഷം. അപ്പൊ കേരളത്തിന് കേരളം എന്ന പേര് കിട്ടിയതുകൊണ്ട് എല്ലാവരുടെയും അടുപ്പ് പോയി. ബാക്കിയൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് സാറ് വേറൊരു വലിയ പോയിന്റ് പറയുന്നുണ്ട്, അതൊന്ന് കേട്ട് നോക്കിക്കേ. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നതാണ്, രാഷ്ട്രീയം നാടിനെ നന്നാക്കാനും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവണം. ഇതുവരെ അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ സാർ? അല്ല, പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട സഹായം എന്ന അബദ്ധം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? രാജീവ് വിജയുടെ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണെങ്കിലും പുള്ളിയുടെ ഈ ഡയലോഗൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടാ. അതെ, ഈ രണ്ടും കൂടി ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞെന്താ മനസ്സിലായില്ല. ഉപദേശവും